പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ, ഫാറ്റ് ലിവർ ബുദ്ധിമുട്ടുകൾ, വെരിക്കോസ് പ്രശ്നങ്ങൾ, തൈറോയ്ഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ, ഒബേസിറ്റി, വെയിറ്റ് കൂടുന്ന കാര്യങ്ങൾ. ജീവിതശൈലി രോഗങ്ങളുള്ള ഒരാൾ ജീവിതശൈലി മാത്രം ഫോക്കസ് ചെയ്യാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം ശ്രദ്ധിക്കാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ ഡാമേജ് കൂടും. റെഡ് മീറ്റ്സ് അത്ര നല്ലതല്ല കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞ 3 നേരം കഞ്ഞി കുടിച്ചാൽ അത് മതി ബ്ലോക്ക് ഉണ്ടാകാൻ. അല്ലാതെ ഈ മുട്ടയും ഇറച്ചിയും മീനും കഴിക്കുന്നതുകൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എന്നാലും കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടേത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതിൽ പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ, ഫാറ്റ് ലിവർ ബുദ്ധിമുട്ടുകൾ, വെരിക്കോസ് പ്രശ്നങ്ങൾ, തൈറോയ്ഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ, ഒബേസിറ്റി, വെയിറ്റ് കൂടുന്ന കാര്യങ്ങൾ. അപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേനും കുറേ പ്രശ്നങ്ങൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കോമൺ ആണെന്ന് സ്റ്റഡി ചെയ്ത് പോയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കാരണം നമ്മുടെ മനോരമയുടെ ആ സർവേയിൽ തന്നെ പലർക്കും അറിയാം, ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ 100-150 രൂപയാണ് ഒരു മാസം, അല്ലെങ്കിൽ ഒരു മാസം മരുന്നിന് വേണ്ടി ചിലവാക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ 2500 ചില്ലറ രൂപയാണ് ഒരാൾ ഒരു മാസം മരുന്നിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ഈ സർവേയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഷ്യസ് ആണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ് കേരളത്തിൽ. പക്ഷേ ആ ട്രാക്ക് ഒന്ന് മാറിപ്പോയി, അത്രേ ഉള്ളൂ. കാരണം ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്ന് കഴിച്ചാൽ ശരിയാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ഈ മരുന്നുകളുടെ എണ്ണം കൂടുന്നത്. കാരണം എന്താണ്, നമ്മളൊരു വെയിറ്റ് കൂടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാകുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഫാറ്റ് ലിവർ വരുന്നു, ഷുഗറിൽ ചെറിയ വേരിയേഷൻ വരുന്നു, യൂറിക് ആസിഡ് കൂടുന്നു എന്നൊക്കെ പറയുന്ന ചേഞ്ചസ് വരുമ്പോഴേ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ചെറിയ അളവിൽ ഷുഗർ കൂടിയല്ലോ ഉടനെ ഒരു മരുന്ന് കഴിക്കാം എന്നുള്ളതാണ്. പക്ഷേ അത് ഫുഡിൽ മാറ്റം വരുത്തി എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്തിച്ച് കുറയ്ക്കുക എന്നുള്ള മെത്തഡിനെക്കാട്ടിലും എളുപ്പപ്പണിയായിട്ട് നമ്മൾ ഒരു മരുന്ന് കഴിച്ചാൽ റെഡിയാകും എന്നുള്ളത് വിശ്വസിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത്. അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എളുപ്പപ്പണിയിലെ ആൾക്കാരാണ്. നമുക്ക് ഭക്ഷണം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നോക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഒരു ഈസി ആയിട്ട് ഒരു ഗുളികയോ ഒരു കഷായമോ ഒരു മരുന്നോ സിറപ്പോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങൾ പറ്റുന്നില്ല എന്ന് വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചികിത്സയോ മരുന്നോ ആശുപത്രികളോ ഡോക്ടർമാരോ മാറി മാറി ചെയ്തെങ്കിലും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ, പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ പ്രമേഹമുള്ള ഒരാൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അതിനുള്ള മരുന്ന് കൊടുക്കുന്നു. 2 മാസം കഴിയുമ്പോഴത്തേനും അവർക്ക് വേറെ ഒരു പ്രശ്നം, അതല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായി, ഒരു ഗുളികയുടെ കൂടെ വേറൊരു ഗുളികയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും പറയുന്ന കാര്യം എന്താ, കുഴപ്പമില്ല, നിങ്ങളൊന്നും പേടിക്കേണ്ട, നമ്മളിത് ഈ ഒരു ഡോസ് കൂട്ടുക ശരിയാകും. ഇങ്ങനെ 3-4 മരുന്നുകൾ കഴിഞ്ഞാൽ ഇൻസുലിനിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഒരു നേരം മതി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 2-3 തവണ ഡോസുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരാൾ ജീവിതശൈലി മാത്രം ഫോക്കസ് ചെയ്യാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം ശ്രദ്ധിക്കാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ ഡാമേജ് കൂടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷുഗറുള്ള ആളുകൾക്ക് ഷുഗർ കൺട്രോളായിരിക്കും, കാരണം എന്താ, മരുന്നെടുക്കുന്നു. പക്ഷേ കാലിന് പുകച്ചിൽ, മരവിപ്പ്, മസിൽ കയറ്റ പ്രശ്നങ്ങൾ, കാഴ്ച മങ്ങി വരുന്ന ബുദ്ധിമുട്ടുകൾ, ചില ആളുകളുടെ ഷോൾഡർ സ്റ്റിഫായിരിക്കും. ചിലപ്പം എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടും വേദന തുടങ്ങും, കൈ പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ഭൂരിഭാഗം ആളുകളിലും സംഭവിക്കുന്ന പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവുണ്ടാകും. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്കുകളാണ്. അതായത് ശരീരത്തിലെ രക്തക്കുഴലുകൾക്കെല്ലാം ബ്ലോക്കാണ്. പക്ഷേ ഇപ്പോൾ അവകാശപ്പെടും എൻ്റെ ഷുഗർ കൺട്രോളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ പല കാര്യങ്ങളല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യം. അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. അല്ലാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് കഴിച്ചാൽ ലെവലാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അത് തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം മരുന്ന് മാത്രം പോരാ, മരുന്ന് വേണം, പക്ഷെ മരുന്ന് മാത്രം പോരാ, അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളും ചെയ്യേണ്ടി വരും.
ഡോക്ടർ പറഞ്ഞ ആ ഒരു ട്രാക്ക് മാറ്റി പിടിക്കണം എന്നുള്ളത് എപ്പോഴോ ചിന്തിക്കേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട്. ഷുഗറിൻ്റെ കേസിൽ പലപ്പോഴായിട്ടും പല ആളുകളും മെഡിസിൻസ് എടുക്കുന്നത്, പക്ഷേ ഒരു റിസൾട്ട് മാറ്റം എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിനിലേക്ക് എത്തുക, അത് ഒരു നേരത്തു നിന്ന് 2 നേരത്തിലേക്ക് എത്തുക എന്ന രൂപത്തിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആകുമ്പം അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ എന്താണ് മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്നു, ഒരു നേരം ഇൻസുലിൻ എടുക്കുന്നു, അത് 2 നേരമാക്കി 3 നേരമാക്കി പോകുന്ന സമയത്തിൽ പലപ്പോഴും ഇൻസുലിൻ ഡോസ് എന്തിനാണ് കൂട്ടുന്നത്? ആ ഡോസ് എടുത്തിട്ടും ഷുഗർ കൺട്രോൾ നിൽക്കാതെ വരുമ്പോഴാണ് ഡോസ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡോസ് കൂട്ടാതെ എങ്ങനെ നോക്കാം? അപ്പോൾ നമുക്ക് ആ മെക്കാനിസം മനസ്സിലാവുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നിട്ടും ഷുഗർ കൂടുന്ന ആളുകളെന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കറക്റ്റായിട്ട് മസിൽ ഗ്രോത്ത് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. ഈ അവയർനെസ് ഇല്ലെങ്കിൽ ഷുഗർ കുറയില്ല. അതായത് ഞാൻ നമ്മുടെ വയനാട്ടിലൊരു ഡോക്ടർ ആരാന്നറിയില്ല, ഒരു ഡയബറ്റോളജിസ്റ്റാണ്, ഈ ജിലേബിയോ മധുരമോ എന്തെങ്കിലും കൊടുത്തിട്ട് ഷുഗർ കുറയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒത്തിരിയേറെ ആളുകൾ, ഡോക്ടേഴ്സ് തന്നെ അതിനെ എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ശരിയാണ്. അതിനൊരു സയൻസ് എന്താണെന്ന് വെച്ചാൽ, ആ ഡോക്ടർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സസൈസ് മെത്തഡുകളാണ്. ഒരു 20-21 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിപ്പോൾ അതേ രീതി ചെയ്യണമെന്നില്ല. നമ്മൾ മസിൽസിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ഇൻസുലിനൊന്നും ആവശ്യമില്ല. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം സെൽസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രോസസ്സ് കഴിയണം. മസിൽസിന് മൂവ്മെൻറ്റ് നല്ല അളവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് മസിൽസ് ഈ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കും. അപ്പം പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയും. അപ്പം നമ്മളോട് നേരായിട്ട് മരുന്നും ഇൻസുലിനും എടുക്കുന്ന സമയത്ത് നേരായിട്ട് പറഞ്ഞു തരേണ്ട കാര്യം, ഈ മസിൽസ് ഗ്രോത്ത് കൂടണം, അന്നെങ്കിൽ മാത്രമേ ഷുഗർ കുറയത്തുള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രമേഹ രോഗികളുടെ എപ്പോഴും കൈയും കാലും ശോഷിച്ച് വരും. ഇൻസുലിൻ എടുക്കുന്ന ആളുകളുടേത് വണ്ണം കൂടി വരും. അപ്പോൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും. എന്ന് വെച്ചാൽ എവിടെയാണ്? വയറിൻ്റെ ഭാഗത്ത്. കൈയും കാലമൊക്കെ ശോഷിക്കും. അപ്പോൾ നമ്മൾ ഈ മെറ്റ്ഫോമിനോ അങ്ങനത്തെ എന്തെങ്കിലും ഗുളിക എടുക്കുന്ന സമയത്ത് ഫാറ്റ് ലോസ് ആകും, മസിൽ ലോസ് ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയും. ഇൻസുലിൻ എടുക്കുമ്പോഴത്തേന് വെയിറ്റ് കൂടും. അപ്പോൾ എങ്ങനെയാണ്? ശരീരപ്രകൃതം നോക്കുമ്പോൾ കൈയും കാലും നെഞ്ചും ശോഷിച്ചിരിക്കും, വയറ് മാത്രം വലുതായിട്ടിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇൻസുലിൻ എടുക്കുന്ന വയറിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെഡിസിനോ കാര്യങ്ങൾ എടുക്കുമ്പോൾ മസിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് ഡംബിൾസ് യൂസ് ചെയ്യുവോ, പുഷപ്സ് ചെയ്യുവോ, പുല്ലപ്സ് ചെയ്യുവോ, ഏതെങ്കിലും രീതിയിലുള്ള മസിൽ ടയേർഡ് ആകുന്ന രീതി ചെയ്താൽ ഷുഗറും കൺട്രോൾ ആവും, മസിലും ഗ്രോത്ത് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കുറയും. സിമ്പിൾ കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ, ചിലവരല്ലേ ഫാസ്റ്റിംഗ് ഷുഗർ എൻ്റെ കൂടുതലാണ്, ഫുഡ് കഴിച്ചാൽ കുറവാണ്, അതിൻ്റെ അർത്ഥം എന്താ? മസിൽ ഗ്രോത്ത് ഇല്ല. അപ്പം മസിൽ സ്ട്രെങ്തനിങ് ആയാൽ ഫാസ്റ്റിംഗ് ഷുഗർ കുറയും. ഇതാണ് അതിൻ്റെ ബേസിക് ട്രിക്കാണ്. അതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ രൂപത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷുഗർ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും ഇതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പൊറോട്ടയും ബീഫും കപ്പയും മീനും കൂന കൂട്ടി ചോറ് കഴിക്കുന്നതുമാണല്ലോ നമ്മുടെ ഒരു ട്രെൻഡ്. ഇപ്പം ഞാൻ ഇപ്പം കോഴിക്കോടും കണ്ണൂരും കോട്ടക്കലൊക്കെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഹോട്ടലിൽ നിൽക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, പല വീടുകളിൽ പോകാറുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ അളവാണ്. കാരണം വയറ് നിറയണം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മലബാർ ഏരിയയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിപ്പിച്ചിട്ടാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ വയറ് നിറയെ കഴിപ്പിക്കുക. അപ്പം നമ്മൾ പോയിട്ട് കുറച്ച് കഴിക്കുമ്പോഴത്തേനും പറയും, ഒന്നും കഴിക്കുന്നതിന് ഒന്നും ഇഷ്ടമായില്ലേ എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇത് മലബാർ ഏരിയ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു കോമൺ ഒരു കൾച്ചർ എന്നാന്ന് വെച്ചാൽ ചോറ് കഴിച്ചെങ്കിൽ മാത്രമേ ഒരു ആരോഗ്യമുള്ളൂ എന്നുള്ളത്. എന്തിനാണ് ഈ അമേരിക്കയിലുള്ള ആൾക്കാരോട് നമ്മൾ പറയുകയാണ്, അതേ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടുണ്ടോ, സൂപ്പർ സാധനമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വികാരമുണ്ടോ? ഒരു വികാരമില്ല. കപ്പയും മീനും നമുക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു വികാരമാണ് കപ്പയും മീനും വരുമ്പോൾ. എന്തുകൊണ്ടാണ് യൂറോപ്യൻസിന് ഈ കപ്പയും മീനും പറയുമ്പോൾ ഒരു താല്പര്യമില്ലാത്തത്? കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച് വളർന്ന് നമ്മുടെ വീട്ടുകാർ എല്ലാം ഈ ഒരു കൾച്ചറിലേക്ക് വരുന്നത് കൊണ്ട് നമുക്കിത് വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു വലിയ കാര്യമായുള്ള സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുമ്പം, അപ്പം നമ്മളൊരു അത് അടപ്പിച്ചെടുത്താൽ പ്രശ്നമാണ്. മുഴകളുണ്ടാകും, ഫാറ്റ് ലിവർ ഉണ്ടാകും, തൈറോയ്ഡ് തുടങ്ങും, പ്രമേഹം തുടങ്ങും, ബ്ലോക്ക് ഉണ്ടാകും, വെയിറ്റ് കൂടും എന്നൊക്കെ പറയുമ്പം അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനം അത്. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പം ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ
രാവിലെ നമുക്ക് ഇഡ്ഡലി ദോശ പുട്ട് ആണല്ലോ കോമൺ ആയിട്ട് നമ്മുടെ ഡയറ്റിലൊക്കെ വരുന്നത്. അതേപോലെ ഉച്ചയ്ക്ക് ചോറ് കറികളൊക്കെ ആയിട്ട്, രാത്രിയിൽ ചിലപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് നമ്മുടെ കുഴിമന്തി, ബിരിയാണി ഐറ്റംസ്, നമ്മുടെ ബാർബിക്യൂ, അൽഫാം രീതികൾ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാർബിക്യൂ കഴിക്കുകയാണ് അല്ലെങ്കിൽ അൽഫാം കഴിക്കുകയാണ്. അൽഫാം കഴിക്കുന്ന സമയത്ത് സാലഡ് കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഷുഗർ കൂടത്തേയില്ല, സേഫാണ്. പക്ഷേ അൽഫാം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുബൂസും പൊറോട്ടയും ചപ്പാത്തിയും ആണ് കഴിക്കുന്നതെങ്കിൽ ഷുഗർ പെട്ടെന്ന് കൂടും. അപ്പോൾ നമുക്ക് ഷുഗറുള്ള ആളുകൾക്ക് ഏറ്റവും കുറവ് ഷുഗറായിട്ട് ഫുഡിലുള്ളത് വെജിറ്റബിൾസ്, പച്ചക്കറികളാണ്, ഇലക്കറികൾ. പിന്നെയുള്ളത് നോൺ വെജ് ഐറ്റംസ്, ഇറച്ചി, മീൻ, മുട്ട ഐറ്റംസ്. ഇതൊക്കെ എന്ന് പറയുന്നൊരു 30-40% ഉള്ളിലാണ് ഗ്ലൂക്കോസ് ലെവലൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഷുഗറുള്ള രോഗികൾക്ക് ഈ പഴങ്ങൾ അത്ര നല്ലതല്ല എന്ന രീതിയിൽ. ശരിയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ചക്കപ്പഴം, മാങ്ങപ്പഴം, ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് ഷുഗർ കൂട്ടാനുള്ള ഫ്രൂട്ട്സാണ്. പക്ഷേ പപ്പായ, പേരയ്ക്ക, ആപ്പിൾ, മുസംബി, ഓറഞ്ച്, മസ്ക് മെലൺ എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഫ്രൂട്ട്സ്, ചെറുപഴം, ഇതൊക്കെ എന്ന് പറയുന്നത് ഷുഗർ രോഗികൾ നിർബന്ധമായിട്ടും കഴിക്കണം. കാരണം പ്രമേഹമുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഹാർട്ട് റിലേറ്റഡ് ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടോ അറ്റാക്കോ സ്ട്രോക്കോ ആണ് അവരുടെ കോംപ്ലിക്കേഷൻ മെയിനായിട്ട്, അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ്. അപ്പോൾ ഈ അറ്റാക്കും സ്ട്രോക്കും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആൻറ്റി ഓക്സിഡൻസ് വേണം. അപ്പം വൈറ്റമിൻസ് മിനറൽസ് കൂടുതലുള്ളത് പഴവർഗ്ഗങ്ങളിലാണ്. അപ്പം എന്താ ഷുഗർ കൂടുമെന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് നോർമലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ബ്ലഡ് വെസൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങും. അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡ് ഉൾപ്പെടുത്തണം സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മെയിൻ ഫുഡ് ഈ നല്ല പഴുത്ത ചക്ക കഴിക്കാതിരിക്കുകയാണ് നല്ലത്. പച്ച ചക്ക നമ്മൾ ചക്ക വേവിച്ചൊക്കെ കഴിക്കത്തില്ലേ, അത് ഓക്കെയാണ്. അതേപോലെ മാങ്ങ, പച്ചമാങ്ങയായിട്ട് ഉൾപ്പെടുത്താം. കൂടുതൽ പഴിക്കുന്നതനുസരിച്ച് ഷുഗർ കൂടുന്നൊരു സാഹചര്യം വരും. അപ്പം ഇതൊരു 40-50% ഷുഗർ ലെവൽ ഉള്ളതാണ്. പിന്നെയുള്ള ഒരു 50-60% ഷുഗർ ലെവലുള്ളത് പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, അതായത് ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന്, പരിപ്പ്, അങ്ങനത്തെ കുറേ പയറുപരിപ്പ് വർഗ്ഗങ്ങളിലാണ് ഒരു 50-60% ഗ്ലൂക്കോസ് ലെവലുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി വെജിറ്റേറിയൻസിന് നമുക്ക് ബെറ്ററായിട്ട് പറയുന്നത് പനീർ, മഷ്റൂം, ഈ സാധനങ്ങൾക്കൊക്കെ, ഈ ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് ഷുഗർ ലെവൽ അധികമില്ല. ഇതൊരു 10-20-30% നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 50% ഉള്ളിൽ നിൽക്കുന്ന ഭക്ഷണങ്ങളെ കുറച്ച് അളവ് കൂട്ടുക. ഇനി 50% കൂടുതലുള്ള ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഓട്സ് ഒരു 60, 65, 70 ആ റേഞ്ചിലാണ് ഓട്സിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ വരുന്നത്. ഒരു 70-75 വരെ മില്ലറ്റ്സ്, നമ്മുടെ റാഗി, തിന, ചാമ എന്നൊക്കെ പറയുന്ന ഇതിലെല്ലാം വരും. പിന്നെ ഒരു 75-80 അരി, ഗോതമ്പൊക്കെ വരുന്നത്. കാരണം പലപ്പോഴും പറയാറുണ്ട് ഈ ഷുഗർ ആയതുകൊണ്ട് ഞാൻ ചോറ് മാറ്റി ചപ്പാത്തി ആക്കി എന്ന് പറയാറുണ്ട്. എൻ്റെ അർത്ഥം അതിന് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നുമില്ല. 3 ചപ്പാത്തി കഴിക്കുന്നതും 2 തവി ചോറ് കഴിക്കുന്നതൊക്കെ ഏകദേശം സെയിമാണ്. കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ഒരു ചപ്പാത്തിയിൽ ഒതുക്കുമായിരുന്നെങ്കിൽ ശരിയായിരുന്നു നമ്മൾ പറയാം. അത് പിന്നെ ചോറ് കുറച്ചാലും ഓക്കെയാണ്, ചപ്പാത്തി തന്നെ കഴിക്കണം നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു അളവിലാണ്. പിന്നെ ഒരു 80% ഉള്ളത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ്. ഈ പ്രത്യേകിച്ചും ഈ കപ്പ, നമ്മുടെ കോട്ടയം പാല ഭാഗത്തൊക്കെ കപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടപ്പിയോക്ക കപ്പ എന്ന് പറയുന്നത് ഹൈ ഷുഗർ കണ്ടൻറ്റാണ്. പിന്നെ ചേമ്പ്, ചേന, കാച്ചിൽ എന്നൊക്കെ പറയുന്നത് കപ്പയുടെ അത്രയില്ല, പക്ഷേ കമ്പാരിറ്റീവ് ബെറ്ററാണ്. പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല ഒരു ഭക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് നമ്മുടെ ഈ പറയുന്ന കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം തോന്നുമെന്നുണ്ടെങ്കിലും ഈ കപ്പയുടെ അത്രയും ഡേഞ്ചർ അല്ല. അപ്പം അത് ഷുഗർ ഉള്ളവർക്കും കുറച്ച് അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അളവ് കൂട്ടുകയും കുറയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ, അതായത് 50% താഴോട്ടുള്ള ഗ്ലൂക്കോസ് ലെവലുള്ള ഭക്ഷണത്തിനെ കുറച്ച് അളവ് കൂട്ടിയിട്ട് 50% മുകളിലോട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ അളവിന് കുറച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ളത് ഫുഡിനകത്ത്. നമ്മളെ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു പൊതുവിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അരിഭക്ഷണമാണല്ലോ, രാവിലെ ആയാലും ഉച്ചയായാലും രാത്രി ആയാലും. അപ്പം അത് കുറയ്ക്കുന്നേരം നമ്മൾ ഈ പറഞ്ഞ ബാക്കി ഐറ്റംസ് കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനർജി ലെവലിൽ അവർക്ക് ബാധിക്കില്ല എന്നുള്ള പൊതുവിലൊരു കാഴ്ചപ്പാട്. അരിഭക്ഷണം കുറച്ചാൽ ക്ഷീണിച്ച് പോവും, കുഴങ്ങിപ്പോവും,
കിടന്നു പോകുമെന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ഞാനൊരു കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അരിഭക്ഷണം അങ്ങനെ അധികം കഴിക്കാറില്ല. ഞാൻ ചോറ് കഴിച്ചിട്ടേ ഇല്ല ഒരു 6 മാസമായിട്ട്. അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു അപ്ലൈ ചെയ്ത ഒരു മെത്തഡാണിത്. അല്ല, സാർ ഇത്രയായിട്ട് കഴിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ്. കാരണം സാറുടെ ആ ഒരു ബോഡി ഇത് വെച്ച് നോക്കുന്ന നേരം ഭയങ്കര എനർജറ്റിക് ആണ്. ആ എനർജിയാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 2 ദോശ കഴിച്ച് കൺസൾട്ടേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോഴത്തേന് എനിക്ക് വിശപ്പ് തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ കഴിച്ചു, വയറ് നിറഞ്ഞു, പക്ഷേ 2 മണിക്കൂർ 2-2.5 മണിക്കൂർ കൊണ്ട് എനിക്ക് വിശക്കും. അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണം, അല്ലാതെ പറ്റത്തില്ല. പക്ഷേ രാവിലെ ഞാനൊരു 1/2 ഏത്തപ്പഴം, ഒരു 2 മുട്ട പുഴുങ്ങിയത്, കുറച്ച് നട്ട്സ്, ഇതാണ് ഞാൻ എൻ്റെ പൊതുവെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 1 മണി 1:30 2 ആയാലും എനിക്ക് ആ എനർജി കിട്ടും. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഫിഷാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ഒരു അയലയുടെ സൈസ് ഉണ്ടെങ്കിൽ ഒരു മീൻ, മത്തിയുടെ സൈസ് ചെറിയ സൈസ് ആണെങ്കിൽ 3-4 മീൻ, പിന്നെ അവിയൽ, തോരന്, ഉപ്പേരി, മെഴുക്കോട്ട് ഐറ്റംസ്, ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡ്. ഇത് കഴിച്ചേച്ച് ഞാൻ തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ ഫംഗ്ഷനിലോ കൺസൾട്ടേഷനിലോ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല എനർജിയാണ്. ചോറ് കഴിച്ചേച്ച് പോയി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തൂങ്ങും. അതായത് എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം തോന്നത്തില്ല, ഒന്നിനോടൊരു ഉന്മേഷമില്ല. എനിക്ക് എനർജി കിട്ടുന്നത് അത് കഴിക്കാത്ത സമയത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വെറുതെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ കഴിക്കേണ്ട ആവശ്യം. അതങ്ങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തേച്ച് ഈ ഒരു രീതിയിലേക്ക് ഡയറ്റ് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല എനർജിയായി. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ പറഞ്ഞൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഈ അരി സാധനമോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരീരം ശോഷിച്ച് വരും, മെലിഞ്ഞ് വരും, എനർജി കുറയും, ക്ഷീണം ഉണ്ടാകും എന്നുള്ളതോ അതൊന്നും ഒരു സത്യമാണ്. നമുക്ക് ആവശ്യം, അതായത് നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഈ ഗ്ലൂക്കോസ് ആവശ്യം എന്ന് പറയുമ്പോൾ അരിയുടെ രൂപത്തിൽ തന്നെ ഗ്ലൂക്കോസ് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഈ വാഴയ്ക്ക ചെറുതായിട്ട് ഇതാക്കി തേങ്ങയൊക്കെ ഇട്ട് ഒരു അവിയൽ ഫോമിലാക്കി കഴിക്കും. അതേപോലെ വാഴക്കൂമ്പ്, ചുണ്ടെന്നൊക്കെ പറയില്ലേ, വാഴക്കൂമ്പും വൻപയറും മിക്സ് ചെയ്തിട്ട് തോരനാക്കി കഴിക്കും. ഇതിനകത്തെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. 80% ഇല്ല, 60% ഉള്ളു എന്നുള്ളതേ ഉള്ളൂ. അതായത് നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടി. ഈ രൂപത്തിൽ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം. അതുകൊണ്ട് വണ്ണം കുറയും, സത്യം പറഞ്ഞാൽ വണ്ണം കുറയും. ഈ ഗ്രെയിൻസ് കട്ട് ചെയ്താൽ വണ്ണം കുറയും. എനിക്ക് 2 കിലോ കുറഞ്ഞു, ഇപ്പം ഞാൻ 4 കിലോ കൂടി. കാരണം വേറെ ഒന്നുമല്ല, പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ബോഡിയിലേക്ക് സപ്ലൈ ചെയ്തു, കാർബോഹൈഡ്രേറ്റ് കുറച്ചു. ഇതാണ് ഞാൻ ചെയ്തിട്ട് എന്തായി, ഞാൻ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ദിവസം ഞാനൊരു 3/4 മണിക്കൂർ ജിം വർക്കൗട്ടുകൾ വീട്ടിൽ തന്നെ, അല്ലാതെ ജിമ്മിൽ പോയിട്ട് നമ്മൾ ഇതല്ല, കുറച്ച് പുഷപ്സ്, ഡംബിൾസ് ചെയ്യുന്നത്, അതേപോലെ കുറച്ച് സ്ട്രെച്ചിങ് കാര്യങ്ങൾ, ബെഞ്ച് പ്രസ്, അങ്ങനത്തെ 3-4 കാര്യങ്ങൾ ഞാൻ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചെയ്തു വന്നു. അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മസിൽ കുറച്ച് ഗ്രോത്ത് ആകാൻ തുടങ്ങി. നമ്മളെപ്പോഴാണ് ഭക്ഷണം നിയന്ത്രിച്ച് മസിലിന് വർക്കൗട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ മെലിഞ്ഞ് ശോഷിച്ച് വണ്ണം കുറഞ്ഞ് വരും, ക്ഷീണം ഉണ്ടാവും. നമ്മൾ പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും കുറച്ച് കാർബ്സും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഫിസിക്കൽ വർക്കൗട്ട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പം കോമൺ ആയിട്ട് പറയുന്ന പോലെ ഇതൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണമായിട്ട് കൂട്ടത്തേ ഇല്ല. പലപ്പോഴും കൺസൾട്ടേഷൻ വരുമ്പം 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പം നമ്മൾ ചോദിക്കും, എന്നാ ഉണ്ട്, നല്ല മാറ്റമുണ്ട്, കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ ഭക്ഷണം ഒന്നും ഇല്ല, ഞാൻ പട്ടിണിയാണ് ശരിക്കും പറയാം. അപ്പോൾ ഞാൻ ചോദിക്കും, രാവിലെ എന്താ കഴിക്കുന്നത്? രാവിലെ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് ഏത്തപ്പഴം കുറച്ച് കഴിക്കും, കുറച്ച് മുട്ട ഓംലെറ്റ് ആക്കി കഴിക്കും എന്നൊക്കെ പറയും. ഓ ശരി. 11 മണിക്കോ 11 മണിക്ക് ഒരു പേരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് കുറച്ച് മീനും കറികളൊക്കെ ആയിട്ട് കഴിക്കും. രാത്രി ഞാൻ സൂപ്പും വെജിറ്റബിൾസോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പട്ടിണിയാന്ന് പറഞ്ഞതോ? അല്ല, ചോറ് ഇല്ലല്ലോ, ചോറ് ഞാൻ ഇപ്പോൾ 15 ദിവസമായിട്ട് ചോറ് കഴിക്കാതെ. അത് നമ്മളെ മലയാളികൾക്കുള്ള വേറൊരു സംഭവമാണ്. നേരത്തെ മരുന്നില്ല എന്ന് പറഞ്ഞാൽ അസുഖം മാറില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ അരിഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ല, അത് പട്ടിണിയാന്നാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ചോദിക്കും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചില്ലേ, എന്നിട്ട് നിങ്ങളുടെ ഷുഗർ എങ്ങനെയുണ്ട്? ഷുഗറൊക്കെ കൺട്രോളായി. ക്ഷീണം എങ്ങനെയുണ്ട്? ക്ഷീണമൊന്നുമില്ല, ഇപ്പം നല്ല ഇതായി. നീരും വേദനയൊക്കെയോ അതൊക്കെ മാറി, നല്ല മാറ്റമുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെയോ അത് 2-ാമത്തെ ദിവസം തന്നെ ക്ലിയറായി. ഇത്രയും മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ നഷ്ടബോധത്തോടെ ചോറ് കഴിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു ദിവസം ഒന്ന് കഴിച്ച് നോക്ക്, എന്നിട്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം 2-ാമത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്ക്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പറയും,
ഞാൻ പറയാം എന്നാൽ പിന്നെ കുറച്ച് ചോറൊക്കെ കഴിച്ചോ കേട്ടോ. പറയും വേണ്ട ഡോക്ടറെ, ഇത് സുഖമാണ്, എൻ്റെ വേദന പോയി, നീര് പോയി, ക്ഷീണം മാറി, ഷുഗർ കൺട്രോളായി, പുകച്ചിൽ മരവിപ്പൊക്കെ മാറി, എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അത് ഫുള്ളായിട്ട് ക്ലിയറായി, എനിക്കിത് സുഖമാണ്, എനിക്കിനിയും വേണ്ട, എനിക്ക് പഴയ രീതിയിൽ പോകണമെന്ന് ഒരു താല്പര്യമില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തേച്ച് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വരുമ്പോൾ മാത്രമേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവമേ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് വീട്ടിലെ ഒരു പ്രോട്ടോക്കോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകുമ്പം ബിരിയാണി കഴിച്ചു എന്ന് വെച്ചു. ബിരിയാണി ഞാൻ ആ ഒരു ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ 2 ചിക്കൻ പീസ് എടുത്തേച്ച് ഒരു ഇത്രയും അതിൻ്റെ റൈസ് ഇത്രയും എടുക്കുകയുള്ളൂ. അപ്പോൾ നോക്കുമ്പം എൻ്റെ ബിരിയാണി മൊത്തം വേസ്റ്റാണ്. കാരണം അത് ചോറ് മൊത്തം ഞാൻ കഴിക്കത്തില്ല. ഞാൻ ഈ പീസുകൾ കഴിച്ച് കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിക്കും. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഇത് ശീലിക്കാൻ പറ്റും. ഞാനൊരു കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള എല്ലാ വെറൈറ്റിയും കഴിക്കും. പക്ഷേ ഞാൻ ഈ ചോറും ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ ആ സാധനം തൊടത്തില്ല. എന്തെങ്കിലും ഫിഷോ ചിക്കനോ അല്ലെങ്കിൽ സാലഡ്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തി കഴിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കല്യാണമോ ഫംഗ്ഷനോ പരിപാടിയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. പിന്നെ നമുക്ക് ആ ദിവസം ഒന്നിനും നമ്മളെ കൊണ്ട് കൊള്ളത്തില്ല. എവിടെയെങ്കിലും പോയി കടന്നാൽ മതി, ഇരുന്നാൽ മതി എന്നല്ലാതെ വേറൊരു ചിന്തയും കാണത്തില്ല. കാരണം എന്താണെന്നറിയോ, ഈ കഴിച്ച് അടിച്ച് കുഴച്ച് കയറ്റി കഴിയുമ്പോണ്ടല്ലോ ശരീരത്തിന് ആകെ വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇനിയും ഈ വ്യക്തിക്ക് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും പോയി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലും ഒന്ന് തളർത്തി കടത്തിയിട്ട് വേണം ഇതൊന്ന് ദഹിപ്പിച്ച് ക്ലിയറാക്കി പുറത്തേക്ക് കളയാനും സ്റ്റോർ ചെയ്ത് വെക്കാനുമായിട്ട് ശരീരം നോക്കുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞ മെത്തേഡൊന്ന് ചെയ്ത് നോക്കിക്കേ, നമുക്ക് കല്യാണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്കൊരു എനർജി ആയിരിക്കും. പക്ഷേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കി അത് നമ്മൾ ആ എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് പറ, ഷുഗർ കുറയുന്നുണ്ടോ, ക്ഷീണം കുറയുന്നുണ്ടോ, ബുദ്ധിമുട്ട് കുറയുന്നുണ്ടോ, നീർക്കെട്ട്, എല്ലാവരും പറയുന്നത് ഇവിടെ വേദന, ഇവിടെ പിടിച്ച വേദന, ഇവിടെ പിടിച്ച വേദന, എല്ലായിടത്തും വേദനകളാണ്. ചോറ് കുറയ്ക്ക്, അരിയുടെ സാധനം കുറയ്ക്ക്, ആ നീർക്കെട്ടും മാറും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, എളുപ്പപ്പണിയിൽ വേദനയ്ക്ക് നീരിനും മരുന്നെടുക്കും. എത്ര നാളെടുക്കും, മരണം വരെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ആണ് ആ ഒരു മെത്തഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ശരീരത്തിനൊന്ന് ഓർഡറാക്കി എടുക്കാനുള്ള കുറച്ച് മരുന്നുകളോ സപ്ലിമെൻറ്റ്സോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ രീതികളിൽ അവരുടെ ജോലിയും അവരുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുമ്പോഴാണ് ഐഡിയ കിട്ടുന്നത്. അല്ലാതെ മരുന്ന് കഴിച്ചിട്ട് തുമ്മൽ മാറിയ കേസുണ്ടോ, മരുന്ന് കഴിക്കും തുമ്മൽ കുറയും, നിർത്തുമ്പോൾ തുമ്മലുണ്ടാവും. ഷുഗറിന് ഗുളിക കഴിച്ച് ഷുഗർ കുറയും, നിർത്തുമ്പം വീണ്ടും കൂടും. തൈറോയിഡിന് ഗുളിക എടുക്കുമ്പോൾ തൈറോയിഡ് കുറയും, നിർത്തുമ്പം വീണ്ടും കൂടും. കൊളസ്ട്രോളിന് ഗുളിക എടുക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയും, നിർത്തുമ്പം വീണ്ടും കൂടും. കാരണം എന്താ, ഇവിടെ സംഭവം ഒന്നും ശരിയാകുന്നില്ല. പ്രശ്നം ഉണ്ടാകുന്നതെല്ലാം കുറച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റൂട്ട് കോസ് മനസ്സിലാക്കി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിസ്സാരമായിട്ട് ക്ലിയർ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതാണിപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു രീതി. ഇതാണ് നമ്മൾ ഭക്ഷണക്രമത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ ചിക്കനും ബീഫ് കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുമെന്ന് പറയുന്നതിൽ എന്താണ് ശരിയാ? നമ്മളിപ്പം റെഡ് മീറ്റ്സ് അത്ര നല്ലതല്ല കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ വറുത്ത് കോരി എടുക്കുന്ന അളവിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് കുറച്ച് വഴറ്റി ഒലത്തി എടുക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഗ്രിൽഡായിട്ട് കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഗ്രിൽഡ് ഐറ്റംസ് ആൽഫാം ബാർബിക്യൂ എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് കുറേ നാൾ എടുക്കുമ്പം അത് കോളോൺ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാനും ബീഫും പോർക്ക് അല്ലെങ്കിൽ മട്ടൺ അങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. ചിക്കൻ എന്ന് പറയുന്നത് വൈറ്റ് മീറ്റാണ്, ബാക്കിയെല്ലാം ഒരു റെഡ് മീറ്റാണ്. അപ്പം വൈറ്റ് മീറ്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. പക്ഷേ ഈ ചിക്കൻ ആണെങ്കിൽ വറുത്ത് കോരി എടുക്കുമ്പോഴാണ് പ്രശ്നം. അല്ലാതെ നോർമലായിട്ട് കഴിക്കുന്ന ഗ്രില്ലായിട്ടോ അല്ലെങ്കിൽ വഴറ്റിയെടുക്കുകയോ കറി വെക്കുകയോ പെരളനാക്കുകയോ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അത് ഒരു ഡെയിലി യൂസിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാതെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ റെഡ് മീറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കന് ഫിഷ് അങ്ങനെ അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്കൊരു ചെക്ക് ചെയ്ത് നോക്കണം. യൂറിക് ആസിഡ് കൂടുന്നുണ്ടോ, ക്രിയാറ്റിൻ കൂടുന്നുണ്ടോ, ജോയിൻസിനൊക്കെ വേദനയുണ്ടോ, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടോ, ഗ്യാസ് ആവുന്നുണ്ടോ, ആ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എനിക്കിത് കഴിക്കാൻ പാടില്ലയോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ആൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൊതുവേ ഇത് നല്ലത് മോശം എന്നുള്ളതില്ല. ഉണ്ടാക്കുന്ന രീതികൾ, കഴിക്കുന്ന രീതികൾ, ശരീരപ്രകൃതത്തിനനുസരിച്ചുള്ള അളവ്, ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നു, 10 പേര് ജിമ്മിൽ പോകുന്നു.
ഈ 10 പേരിൽ ജിം ഇൻസ്ട്രക്ടർ പറയുന്നത് എന്താ, ജിം വർക്കൗട്ട് ചെയ്യുക, പ്രോട്ടീൻ പൗഡർ കഴിക്കുക, നന്നായിട്ട് മുട്ടയും ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്ന് പറയും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ 10 പേരിൽ എല്ലാവരുടെയും മാതാപിതാക്കൾ, അതായത് പേരൻസിൻ്റെ അവരുടെ കിഡ്നി ഹെൽത്ത് ഓക്കെ ആണോ, ഡയബറ്റിക് ഉള്ളവരാണോ. അപ്പം കൂടുതൽ ആൾക്കാരുടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പനും അമ്മയ്ക്ക് ക്രിയാറ്റിൻ ലെവൽ കൂടുവോ, കിഡ്നി ഫെയിലിയർ വന്ന് മരിക്കുവോ, അറ്റാക്ക് വന്ന് മരിക്കുവോ ഒക്കെ ഉള്ള ആളുകളുടെ മക്കൾക്കും ആ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലത്തെ രീതിയിൽ ചിക്കനും ഫിഷും അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡറുകളും മുട്ടയും അങ്ങനെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആവും. അപ്പോൾ ഇതും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലാതെ ഇപ്പം ഒരു സാധാരണ തെറ്റിദ്ധാരണ എന്നറിയോ, മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞ, ഈ മഞ്ഞക്കറി കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാകും എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ 10-11 കൊല്ലമായിട്ട് ഒരു ദിവസം മിനിമം 3-4 മുട്ട കഴിക്കും ഒരു ദിവസം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ആഹാരവസ്തുവാണ് മുട്ട. കാരണം ഞാൻ ട്രേയിലാണ് കൊണ്ടുവരുന്നത്, 4-5 ട്രേ ആണ് ഒരാഴ്ചത്തേക്ക് കൊണ്ടുവരുന്നത്. കാരണം എൻ്റെ വീട്ടിൽ എല്ലാവരും മുട്ട കഴിക്കുന്നവരാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ അരിക്ക് ഉപയോഗമില്ല അധികം, പക്ഷേ മുട്ട കൂടുതൽ കഴിക്കും. പക്ഷേ എൻ്റെ കൊളസ്ട്രോൾ 135-140 ആ റേഞ്ചിലേ ഉള്ളൂ. ഇതുവരെ അതിൻ്റെ മുകളിലോട്ടും പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ, മുട്ട കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതെങ്കിൽ വെറുതെ പുല്ല് തിന്നുന്ന പശുവിൻ്റെ ശരീരത്തിൽ എന്തോരം കൊളസ്ട്രോൾ, എന്തോരം കൊഴുപ്പ്, പാല് നിറയെ കൊഴുപ്പ്, ശരീരത്തിലും കൊഴുപ്പ്. പോത്തിറച്ചി കഴിച്ചാൽ കൊളസ്ട്രോൾ വരുന്നതിൻ്റെ പറഞ്ഞാൽ പോത്ത് എന്താണ്, മുട്ട കഴിച്ചിട്ടാണോ കൊളസ്ട്രോൾ ഉണ്ടായത്? അല്ല, വെറുതെ പുല്ല് തിന്ന പോത്തിനും കൊളസ്ട്രോൾ ഉണ്ടാകും. ഇങ്ങനെയാണ് ലിവറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഹെൽത്തി ഫാറ്റ് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്താൽ അധികം ഫാറ്റ് ബോഡി ഉണ്ടാക്കത്തില്ല. അപ്പം ലിവർ കുറച്ചുകൂടെ സേഫാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൊഴുപ്പ് ഇത് കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് നമ്മളുള്ള കാർബോഹൈഡ്രേറ്റ് മൊത്തം കഴിക്കുമ്പോൾ 3 ദോശ കഴിച്ചാൽ 1 ദോശ ഉപയോഗിക്കും, 2 ദോശ കൊഴുപ്പാക്കി ലിവർ കയറ്റി വെക്കും. അതാണ് ഈ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത്. ചിലർ സ്ത്രീകളത് പറയും, ഞാൻ മദ്യം കഴിക്കാറില്ല, എനിക്ക് എങ്ങനെയാണ് ഗ്രേഡ് 2 ഫാറ്റ് ലിവർ വരുന്നത്? സിമ്പിൾ, രാവിലെ അരി, ഉച്ചയ്ക്ക് അരി, രാത്രി അരി, വേറെ വെറൈറ്റി ആയിട്ട് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സാധനം എല്ലാം സെയിം ആണ്. മദ്യത്തിന് എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ്, ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന അരിയും ഗോതമ്പ് സാധനങ്ങൾ എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ്. അപ്പോൾ കണ്ടൻറ്റ് സെയിം ആണ്. നമ്മൾ ഇത് ഒഫീഷ്യലായിട്ട് ഡൈനിങ് ടേബിൾ വെച്ചിരുന്ന് കഴിക്കുന്നു, അത് കുറച്ച് മാറി ഇരുന്ന് കഴിക്കുന്നു, എത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, സെയിം സാധനമാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ പേടിച്ച് മാറ്റി വെക്കുന്നവരെ ശ്രദ്ധിച്ചോണം. 3 നേരം കഞ്ഞി കുടിച്ചാൽ അത് മതി ബ്ലോക്ക് ഉണ്ടാകാൻ. അല്ലാതെ ഈ മുട്ടയും ഇറച്ചിയും മീനും കഴിക്കുന്നതുകൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കടുവയും പുലിയും സിംഹവും ഒക്കെ പണ്ടേ അറ്റാക്ക് വന്ന് മരിക്കേണ്ടതല്ലേ? കാരണം ഫുൾ ടൈം കഴിക്കുന്നത് ഈ ബീഫും ഇതൊക്കെ തന്നെയല്ലേ. അല്ലാതെ പ്രത്യേകിച്ച് അത് പഴങ്ങൾ കഴിക്കുന്നില്ല, ഇലക്കറികൾ കഴിക്കുന്നില്ല, പച്ചക്കറികളില്ല, ഒരു സാധനം കഴിക്കാതെ വെറുതെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ പണ്ടേ അറ്റാക്ക് വന്ന് തട്ടി പോകേണ്ടതല്ലേ? പോകുന്നില്ല. കാരണം എന്താ? കാരണം ആ ശരീരപ്രകൃതത്തിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഈ പറയുന്ന മൃഗങ്ങളൊക്കെ സ്ലിമ്മായിട്ട് സ്കെൽട്ടായിട്ടിരിക്കും. ഈ ഫുൾ ടൈം പഴങ്ങൾ കഴിക്കുന്ന ചിമ്പാഞ്ചിയെ കണ്ടിട്ടില്ലേ? ഇങ്ങനെയായിരിക്കുന്നത്. ആനയെ കണ്ടിട്ടില്ലേ? ഇങ്ങനെയായിരിക്കുന്നത്. എന്തുവാ? മുട്ടയുടെ മഞ്ഞയില്ല, ബീഫില്ല, ചിക്കനില്ല, ഒരു സാധനമില്ല. പക്ഷേ അതുകൊണ്ടാണ് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇഡ്ഡലിയും ദോശയും ഇടിയപ്പം, അതേപോലെ ഉഴുന്നുവട, പരിപ്പുവട എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണല്ലോ ശുദ്ധ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആൾക്കാർ കഴിക്കുന്നത്. അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത്. എന്നാൽ പിന്നെ അവർക്ക് കൊളസ്ട്രോൾ വരാൻ പാടില്ല ഈ ഇത് കഴിക്കാതിരുന്നാൽ. അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുമ്പം ഭക്ഷണത്തിലെ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 20-25% മാത്രമേ ഭക്ഷണത്തിലെ കൊഴുപ്പ് കൂട്ടത്തുള്ളൂ. ബാക്കി 75% ശരീരമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിൽ തീരുമാനമാക്കിയെങ്കിൽ കൊളസ്ട്രോൾ കുറയും. ഞാൻ എപ്പോഴും പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പറയുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഏതാ കൊളസ്ട്രോൾ ആണോ, നിങ്ങൾ മുട്ട കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടോ, ഇപ്പം നിങ്ങളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യും, കൊളസ്ട്രോളും കാര്യങ്ങളെല്ലാം നോക്ക്. അടുപ്പിച്ച് 2 ആഴ്ച എല്ലാ ദിവസവും ഓരോ മുട്ട കഴിക്കുക, എന്നിട്ട് ചോറ് ഈ മധുരവും ബേക്കറിയൊക്കെ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, ഡെയിലി ഓരോ മുട്ട കഴിക്കും. കുറയുന്നില്ലേ, നിങ്ങൾ മുട്ട കഴിക്കണ്ട. അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പൊതുവേ ബീഫിന് പ്രശ്നമാണ്, പോത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ ചിക്കൻ പ്രശ്നമാണ്, മുട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. അതൊക്കെ വറുത്ത് കോരി അതിനെ വല്ലാത്ത രീതിയിൽ ആക്കി എടുക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ ഈ വിശ്വാസവും ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വിശ്വാസം എന്തും ആയിക്കോട്ടെ, എനിക്കത് ഈ മതഗ്രന്ഥത്തിൽ ഇത് കഴിക്കാൻ പാടില്ല, ഓക്കെ, കഴിക്കണ്ട. പക്ഷേ ശരീരത്തിന് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യം പാമ്പിനെ കഴിച്ചാലും ശരീരം നോക്കുന്നത് പ്രോട്ടീനും ഫാറ്റും ഒക്കെ ആയിട്ടാണ്. അല്ലാതെ നമുക്കത് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ശരീരത്തിൻ്റെ എല്ലാം സെയിമാണ്. ഇതാണ് മെയിനായിട്ടും ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ പൊതുവിൽ സാറെടുത്ത് കൂടുതലായിട്ട് വരുന്നൊരു കേസുകൾ എന്ത് ടൈപ്പ് ഓഫ് കേസ് ആയിരിക്കും? നമ്മളിപ്പോൾ പല കേസുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ വന്നു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ്? ചിലപ്പം വരുന്ന പേഷ്യൻ്റ് തന്നെ ഇന്ന കേസിലേക്ക് മാറുന്നുണ്ടാവും. വരുന്ന ഒരു അസുഖത്തിനായിരിക്കും, അത് നോക്കുന്നേരം റൂട്ട് കോസ് കണ്ടെത്തുമ്പോൾ വേറെ എത്തും. ഞാൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പ്രമേഹമാണല്ലോ വളരെ കോമൺ ആയിട്ട് വരുന്നത്. പക്ഷേ എൻ്റെ മേഖലയായിട്ട് ഞാൻ കരുതുന്നത് തൈറോയ്ഡാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് തൈറോയ്ഡ് ചികിത്സിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല തൈറോയ്ഡ് എന്ന് പറയുന്നത്. പക്ഷേ പ്രമേഹമുള്ള ആളുകൾക്കും BP ഉള്ളവർക്കും സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർക്കും ടെൻഷൻ ഉള്ളവർക്കും നെഞ്ചിടിപ്പുള്ളവർക്കും അതേപോലെ മുടി കൊഴിച്ചിലുള്ളവർ, താരന്, ദഹന പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ, ടയർഡ്നെസ്, ടെൻഷന്, ഇതെല്ലാത്തിൻ്റെയും നമ്മൾ റൂട്ട് കോസ് ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേനും തൈറോയ്ഡിലാണ് വന്ന് നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് അവർ കാലങ്ങളായിട്ട് മരുന്നെടുക്കുന്നവരാ. ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും വരുന്ന ആൾക്കാരോട് എന്നോട് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് തുമ്മലാണ്, 10 കൊല്ലമായിട്ട് തുമ്മലാണ്, മരുന്നെടുക്കുമ്പം കുറയും പിന്നെയും വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ സഡൻ കണക്റ്റായി പോകുന്നത് തൈറോയ്ഡാണ്. കാരണം എന്ന് വെച്ചാൽ, ഇത് പറയാൻ കാരണം ഇത് മെഡിക്കൽ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. മെഡിക്കൽ ടെക്സ്റ്റിൽ നമ്മളൊരു തുമ്മൽ എന്ന് പറയുമ്പോൾ ഒരു അലർജിക്ക് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ സ്കിന്നിലൊരു ചൊറിച്ചിൽ, കുരുക്കൾ, പാടുകൾ എന്നൊക്കെ വരുമ്പോൾ മെഡിക്കൽ ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതേപോലെ യൂട്രസിലെ മുഴ, ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈനക്ക് റിലേറ്റഡ് ആയിട്ടാണ് മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നത്. പക്ഷേ തൈറോയ്ഡ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നം വരുന്നത്. നമ്മളിവിടെ DNC ചെയ്തും യൂട്രൈൻ വാഷും ചെയ്തും സർജറിയും ചെയ്തും ഹിസ്റ്ററക്ടമിയും ചെയ്തും നടന്നാലും ആ പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് റൂട്ട് കോസ് വേറെ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് പറയാനായിട്ടൊരു കാരണം കൂടെ ഉണ്ട്. തൈറോയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് എന്തുകൊണ്ടാണ്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് മറ്റു ആളുകൾ ഇതിൽ ഇങ്ങനെ പറയാത്തത്? ഡോക്ടർ മാത്രം എന്തിനാണ് ഈ തൈറോയ്ഡിലേക്ക് എല്ലാ കാര്യവും തൈറോയ്ഡിലേക്ക് പോകുന്നത്? ടെൻഷൻ എന്ന് പറഞ്ഞ ഉടനെ തൈറോയ്ഡ് പറയുന്നു, സ്കിന്നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് പറഞ്ഞു. എന്തുകൊണ്ടാണ് മറ്റ് ഡോക്ടേഴ്സോ അല്ല മറ്റാളുകളോ ഇത് പറയാത്തത് എന്ന് ചോദിക്കുന്നതിൻ്റെ മെയിൻ കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സ്ഥിരം കേൾക്കുന്നൊരു ചോദ്യം ആയതുകൊണ്ട് പറയുകയാണ്. അതായത് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ ഞാൻ ഒരു ബുക്കിൽ പഠിച്ചു, കോളേജിൽ പോയി പഠിച്ചു എന്നുള്ളതല്ല. കാരണം ആ ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ ഇല്ല, മെഡിക്കൽ ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ല. കാരണം 5.5 കൊല്ലം പഠിച്ചിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല തൈറോയ്ഡുകാർക്ക് ഗ്ലൂട്ടൻ പാടില്ല എന്നുള്ളത്. കാരണം ആ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതേപോലെ പാല് പാടില്ല എന്നുള്ളത് ഇതിനകത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് റിസർച്ച് ഏരിയ ആയതുകൊണ്ട് റിസർച്ചിൽ വന്ന കാര്യങ്ങൾ ചിലപ്പം 5, 8, 10, 20 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരും. അന്നേരം ചിലപ്പോൾ എല്ലാവരും പറയുമായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി മുടി കൊഴിച്ചിൽ കണ്ടീഷൻ. നമ്മൾ എണ്ണകളും തൂത്ത് ഷാമ്പുവും മാറ്റിയെടുത്ത് മരുന്നുകൾ അപ്ലൈ ചെയ്ത് പല മൾട്ടിവിറ്റാമിൻ മരുന്നുകൾ എടുത്ത് ഫുള്ള് ചെയ്തെങ്കിലും മുടി കൊഴിച്ചിൽ മാറുന്നില്ല. കാരണം എന്താ? സിമ്പിൾ കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ തൈറോയ്ഡിലേക്ക് കണക്ട് ചെയ്യണം ഞാൻ എല്ലാ കാര്യങ്ങളും. സ്കിന്ന് എപ്പോൾ നോക്കിയാലും സ്കിന്നിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, ചൊറിച്ചിൽ, പാടുകൾ, മുഖത്ത് ഇങ്ങനെ പാടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? ഓയിൻമെൻറ്റുകളോ ലോഷനോ സൺസ്ക്രീനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫംഗൽ ക്രീമുകളോ അല്ലെങ്കിൽ കുറച്ച് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള മരുന്നുകളോ ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? തൈറോയ്ഡ്, ഇൻറ്റസ്റ്റൈന്, ലിവർ, ഈ 3 ഓർഗൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 99% സ്കിന്നിലാണ് അതിൻ്റെ പ്രശ്നം കാണിക്കുന്നത്. പക്ഷെ നമ്മൾ സ്കിന്നാണ് ക്ലിയർ ആക്കി മേക്കപ്പ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആക്ച്വൽ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നം എന്ന് വന്നാലും ഞാൻ കണക്ട് ചെയ്ത് നോക്കുന്നത് തൈറോയ്ഡ് ഉണ്ടോ എന്നുള്ളതാണ്. കുട്ടികളുണ്ടാവുന്നില്ല, കൺസീവ് ആവുന്നു, എബോഷനായി പോകുന്നു, തൈറോയ്ഡാണ്, കണ്ണടച്ച് പറയും തൈറോയ്ഡാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യും? IVF എടുത്ത് 2 പ്രാവശ്യം 3 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ എടുത്ത് വെറുതെ എബോഷനായി പോകുന്ന കണ്ടീഷൻ ആവശ്യം പോലുണ്ട്. എന്നാലും നോർമൽ തൈറോയ്ഡ് മാത്രം ചെക്ക് ചെയ്തിട്ട് പറയും നമുക്ക് തൈറോയ്ഡ് ഇല്ല എന്നുള്ളത്. പക്ഷേ തൈറോയ്ഡിലെന്ന് പറയുന്നത് എത്ര 10ലധികം രോഗാവസ്ഥകൾ തൈറോയ്ഡിലുണ്ട്. പക്ഷേ ആകെ ചെക്ക് ചെയ്യുന്നത് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ എന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് മരുന്ന് ഈ ഹൈപ്പർ കണ്ടീഷന് മാത്രമേ മരുന്നുള്ളൂ. ഹൈപ്പറിന് മരുന്ന് എടുത്തിട്ടും കാര്യമില്ല, കാരണം ഒന്ന് പിടിച്ചു നിൽക്കാനല്ലാതെ വേറൊരു ഉപയോഗമില്ല. ഹൈപ്പോയ്ക്ക് നമ്മൾ ഈ തൈറോയ്ഡ് അത് ഇതൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ അതുകൊണ്ടാണ് പലരും പറയുന്നത് എൻ്റെ TSH നോർമലാ, അതുകൊണ്ട് എനിക്ക് തൈറോയ്ഡ് ഇല്ല. അതിൻ്റെ അർത്ഥം തൈറോയ്ഡ് ഇല്ല എന്നല്ല, നിങ്ങളുടെ തൈറോയ്ഡ് പ്രശ്നങ്ങളിലെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ
ആർക്കെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസ് നടക്കുന്നു, കുട്ടികൾ ഉണ്ടാവാത്ത കണ്ടീഷൻ വരുന്നു, ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാകാതെ കുറേ ഗ്യാപ്പ് വരുന്നു, അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ വരുന്നു, താരൻ മുടികൊഴിച്ചിൽ കൂടുന്നു, വെറുതെ ഇരുന്നാലും ടെൻഷൻ അടിക്കുന്ന സ്വഭാവത്തിലേക്ക് വരുന്നു, ശരീരഭാരം എന്തെങ്കിലും ചെയ്താലും ശരീരം നീര് നിറയുന്നു, എവിടെ പിടിച്ചാലും വേദനകൾ ഉണ്ടാകുന്നു, ജോയിൻസിന് വേദന, മസിൽസിന് വേദന, കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശരീരം മടുക്കുകയാണ്, മടിയാണ്, ഒരു കാര്യത്തിലേക്ക് പോകാനോ ചെയ്യാനോ തോന്നാത്തൊരവസ്ഥ വരികയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നില്ല പ്രോപ്പറായിട്ട്. ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത TSH നോർമൽ ആയിരിക്കും, അപ്പോൾ നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല, തൈറോയിഡിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് ആരും നോക്കുന്നില്ലല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമുക്കൊരു 200-250 പേഷ്യൻസ് ഒരു ദിവസം വരുമ്പോൾ, അതേപോലെ 200 പേഷ്യൻസ് എടുക്കാം, നമുക്കൊരു എവറേജ് 10 ദിവസം ആകുമ്പത്തിന് ഒരു 2000 പേര്, 30 ദിവസം ആകുമ്പത്തിന് 6000 പേര്, 10 മാസം ആകുമ്പത്തിന് 60000 പേര്, ഒരു കൊല്ലം ഒരു 75000 പേര് മിനിമം നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 25,000 മാറ്റിക്കോ, ഒരു 50,000 പിടിച്ചു. ഒരു 4 കൊല്ലമായിട്ട് 2 ലക്ഷം പേരെയാണ് ഈ 4 കൊല്ലത്തിൽ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ആളുകളിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റിസർച്ചിൽ എന്ത് പറഞ്ഞു, ഇവർക്ക് ഗോതമ്പ് നിർത്തും, TSH നോർമലായിരിക്കും, പ്രശ്നങ്ങളെല്ലാം കിടക്കും, ഗോതമ്പ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് ഇവരുടെ നീർക്കെട്ടും വേദനയൊക്കെ കുറയും. എന്ന് വെച്ചാൽ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നവരുടെ വെയിറ്റ് കുറയും. ഇത് മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് എന്ത് പറയും, ബാക്കി എല്ലാവരും മരുന്നെടുത്തോ, ബാക്കിയെല്ലാം ഓക്കെയാണ്, കാരണം TSH നോർമലാണല്ലോ. അപ്പോൾ TSH നോർമലാണ്, ശരിയാ. പക്ഷേ ഡോക്ടറെ, ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു, എൻ്റെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല, വെയിറ്റ് കൂടി വരുന്നു, മുഴകളുണ്ടാകുന്നു, ടെൻഷൻ വരുന്നു, ക്ഷീണം വരുന്നു, വേദനകളുണ്ടാകുന്നു, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പറയുന്നത് എന്താ, ഇത് വേറെ പ്രശ്നമാണ്, നിങ്ങൾ പോയിട്ട് വേറെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും വേറെ പ്രശ്നമല്ല. നിങ്ങൾ ആ തൈറോയ്ഡ് ഗ്രന്ഥി നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ തല തൊട്ട് കാല് വരെയുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ആകും. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ ഒരു കാര്യം നമ്മൾ പൊതുവേ മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തൈറോയ്ഡ് നോർമലാണല്ലോ, നിങ്ങൾ വേറെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ചെയ്യേണ്ട കാര്യം, ലിവർ, ഇൻറ്റസ്റ്റൈൻ, ഈ 2 അവയവങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ തൈറോയിഡിന് മരുന്നെടുത്താൽ ആ മരുന്ന് ശരീരത്തെ പിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഏക്കത്തുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഈ T4 കൺവേർട്ട് ചെയ്ത് T3 ആകുന്നതും അബ്സോർപ്ഷൻ നടക്കുന്നതും എല്ലാം ലിവറിലും കുടലിലും ഒക്കെയാണ്. നമ്മൾ മരുന്നെടുക്കുന്നതിന് ബ്ലഡിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ അല്ല. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എപ്പോഴും മരുന്നെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡിലെല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല, പക്ഷെ അവർക്ക് തല പൊങ്ങാൻ പറ്റത്തില്ല. അവസാനം നമ്മൾ അടുപ്പിച്ച് പോയി കഴിയുമ്പോൾ ഡോക്ടർ എന്ത് പറയും, നിങ്ങൾ പോയി സൈക്കാട്രിസ്റ്റിനെ കാണണം, കാരണം ഇത് ടെൻഷനാണ്, നിങ്ങളുടെ തോന്നലാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒന്ന്, ശരിക്കും എനിക്ക് വല്ല മാനസികമാണോ? കാരണം എൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് ബ്ലഡ് എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, സ്കാൻ ചെയ്തിട്ടും കുഴപ്പമില്ല, പിന്നെ എന്താ എൻ്റെ പ്രശ്നം എന്ന് ആലോചിക്കുമ്പം അപ്പം ശരിയാ, ഡോക്ടർ പറഞ്ഞത് തന്നെ ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഫാമിലി, ഇപ്പം ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ച് വൈഫിനോട് പറയുകയാണ്, അതെ നിങ്ങൾക്ക് സൈക്കാട്രി പോയി കാണുക, കാരണം നിങ്ങൾക്ക് ടെൻഷനും തോന്നലും ഒക്കെയാണ്, നിങ്ങൾ വെറുതെ ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണല്ലോ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, എല്ലാവരുടെ മുമ്പിൽ ഈ ഒരു വ്യക്തിയെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ മക്കളും കളിയാക്കും, വീട്ടിലുള്ളവരും കളിയാക്കും, പിന്നെ നമ്മുടെ ഒരു ഫീലിങ്സിനോ ഇമോഷൻസിനോ വിലയേ ഇല്ല. എന്ന് വെച്ചാൽ പലപ്പോഴും ഭർത്താക്കന്മാർ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്, എനിക്ക് മടുത്ത്, ഞാൻ 10-20 കൊല്ലമായിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് നടക്കാത്ത ആശുപത്രികളില്ല, കാണാത്ത ഡോക്ടർമാരില്ല, എടുക്കാത്ത മരുന്നുകളില്ല, എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ ഇവളെ ചികിത്സിച്ചിട്ടാണ് ഞാൻ ഇതായത്, അതുകൊണ്ട് അവസാനത്തെ ഒരു ഹോപ്പായിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് വന്നേക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ കുടങ്ങ് അമ്മത്തി വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരൊറ്റ കാര്യം ക്ലിയർ ആക്കി കൊടുത്താൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവും. ഉറക്കം ശരിയില്ല എന്ന് പറയുമ്പോൾ ഉറക്ക ഗുളിക കൊടുക്കുന്നതല്ല അതിൻ്റെ സൊല്യൂഷൻ, എന്തുകൊണ്ട് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കറങ്ങി അടിച്ച് വരുമ്പോൾ തൈറോയ്ഡിലേക്കാണ് വരുന്നത്. കൊളസ്ട്രോൾ വേറെ ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോൾ മാത്രം കൂടുകയാണ്. അപ്പോൾ പലരും കണ്ടിട്ടുണ്ട്, ഞാൻ വേറെ ഒന്നും മരുന്നെടുക്കുന്നില്ല, കൊളസ്ട്രോൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചത് തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൊളസ്ട്രോൾ മരുന്നെടുത്താൽ ഉടനെ കൊളസ്ട്രോൾ കുറയും, അല്ലാതെ പ്രശ്നം മാറത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, കൊളസ്ട്രോൾ അങ്ങനെ അടുപ്പിച്ച് കുറേ വലിയ ഡോസേജിൽ എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഹാർട്ടിൽ മസിൽ വീക്കാവും, ബ്ലഡ് വെസൽസിന് ഡാമേജ് വരും. അതുകൊണ്ട് ഒരു ചെറിയ ഡോസിലേക്ക് കൊളസ്ട്രോൾ എടുക്കുന്ന പോലല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോൾ കൺട്രോൾ നിൽക്കുന്നില്ല, പിന്നെ 20 ഉള്ളത് 40 ആക്കി 80 ആക്കി എങ്ങനെ പോവും? അത് 100% നമ്മുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലീഡിങ്. എത്ര സ്ത്രീകൾക്കാണെന്നറിയാവോ അവസാനം യൂട്രസ് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരുന്നത്? വേറെ ഒന്നുമല്ല, ബ്ലീഡിങ് നിൽക്കുന്നില്ല.
ഒരു മാസത്തെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് 10-15 ദിവസമൊക്കെയാണ്. ഒന്ന് കഴിഞ്ഞ ഉടനെ 10 ദിവസം കൊണ്ട് വീണ്ടും മെൻസ്ട്രേഷൻ തുടങ്ങുകയാണ്, ഈ മുഴകളുണ്ടാകുകയാണ്. അപ്പോൾ ഈ പറയുന്ന ബ്ലീഡിങ് നിൽക്കാനും മെൻസ്ട്രേഷൻ നോർമലാകാനും വേണ്ടി മരുന്ന് കഴിച്ചാൽ ആ പ്രശ്നം മാറില്ല. കാരണം അതിങ്ങനെ ആയുഷ്കാലം മുഴുവനും കിടക്കും. തൈറോയ്ഡ് കൺട്രോൾ ആയാൽ ഈ പ്രശ്നം മാറും. ഇതൊക്കെ നമ്മൾ ഈ സ്ഥിരം ചെയ്ത് വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർ കപ്പ കഴിക്കാൻ പാടില്ല. കാരണം കപ്പ കഴിച്ചാൽ മുഴ കൂടും. അപ്പം നമ്മൾക്ക് മുഴയുണ്ടോ ഇല്ലെന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നതിന് മുമ്പ് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്ത് നോക്കണം. നമ്മുടെ അടുത്ത് തന്നെ ഞാനിപ്പോൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് ചെയ്തതിനകത്ത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു എൻഡോക്രൈനോളജിസ്റ്റ് അല്ല, ഞാനൊരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്. പക്ഷേ കണക്ട് ചെയ്ത് പോകുമ്പം തൈറോയിഡിലേക്ക് വന്നിട്ട് എത്ര പേരുടെ തൈറോയ്ഡ് ക്യാൻസർ എന്നറിയോ കണ്ടുപിടിച്ചത്, അവർക്ക് അറിയത്ത് പോലുമില്ല. അപ്പോൾ പലരും ചോദിക്കണം എനിക്ക് മുഴയോ? അപ്പോൾ പറയുന്നത് ഇതൊക്കെ ഗ്രേഡ് ഒത്തിരി 10-15 കൊല്ലമായിട്ടുള്ള മുഴകളാണ്. അപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് അയ്യോ ഇത്രയും കാലമായിട്ട് എനിക്ക് മുഴയുണ്ടായിരുന്നോ എന്നുള്ളതാണ്, ഷോക്കായിട്ടിരിക്കുകയാണ്. പല സാഹചര്യങ്ങളിലും പല കാര്യത്തിന് വേണ്ടി വരുന്നവരുടെ ഞാൻ ഭൂരിഭാഗം ആളുകൾക്കും വയറിൻ്റെ അബ്ഡോമിനൽ സ്കാനും തൈറോയ്ഡ് സ്കാനും ഇടും. അവരിഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്ത് പുതിയ രോഗം കണ്ടുപിടിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. സ്കാൻ ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് എന്തെന്നറിയോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞിരിക്കും, എനിക്ക് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, തൈറോയ്ഡ് ഇല്ല, യൂറിക് ആസിഡ് ഇല്ല, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെയാണ്. സ്കാൻ ചെയ്യുമ്പോഴാണ് ഗ്രേഡ് 3 ആയിരിക്കും ഫാറ്റി ലിവർ കിടക്കുന്നത്, യൂട്രസിലെ മുഴ നല്ല സൈസിലായിരിക്കും, ബ്രസ്റ്റിൽ മുഴയായിരിക്കും, തൈറോയ്ഡിൽ മുഴയായിരിക്കും. എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഏരിയകൾ അത് സ്കാൻ ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലാതെ ബ്ലഡ് ചെക്ക് ചെയ്താൽ കിട്ടത്തില്ല. പലപ്പോഴും ഒരു കേസ് വന്ന് ഞാൻ കണ്ടേക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവരുടേത് ലിവർ സിറോസിസാണ്. ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ഡോസ് മരുന്നുകളോ എന്തെങ്കിലും എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു 1-2 മാസം കൊണ്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ 10-20 കൊല്ലം എടുത്തിട്ട് ഉണ്ടാകുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, ഇതെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്നേ, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടോ? ഞാൻ BP ക്ക്, ഷുഗറിന്, കൊളസ്ട്രോൾ ഇതിന് മാത്രമേ മരുന്ന് എടുക്കുന്നുള്ളൂ. അല്ല ഈ ഇടയ്ക്ക് എങ്ങനെ സർജറിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഉണ്ടാകുന്നത്? കാരണം 10-20 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ലിവർ പ്രശ്നമാണ് ഇന്ന് ഒരു സുപ്രഭാതി സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ലിവറൊക്കെ ചെക്ക് ചെയ്യാറില്ലായിരുന്നോ? എല്ലാ 3 മാസം കൂടുമ്പം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം ലിവർ ഫംഗ്ഷൻ എല്ലാം നോർമലാണ്. അതായത് SGPT, SGOT, ബിലിറൂബിൻ കാര്യങ്ങൾ, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ സ്കാൻ ഒന്നും ചെയ്തില്ലേ? സ്കാൻ ചെയ്തില്ല. എല്ലാ 3 മാസം കൂടുമ്പം ഞങ്ങളുടെ റെഗുലർ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബ്ലഡിൽ നോർമലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്കാൻ ചെയ്യുമ്പോഴാണ് അതിന് ഗ്രേഡുകൾ, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 കഴിഞ്ഞ് പിന്നെ ഫൈബ്രോസിസിലേക്ക് കയറി, സീറോസിസിൻ്റെ അതിനൊക്കെ സ്റ്റേജുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തേക്കാണ് സീറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജ്. സീറോസിസ് വന്നു എന്ന് പറഞ്ഞ ഉടനെ എല്ലാം തീർന്നു എന്നല്ല, അതിനും ഗ്രേഡുണ്ട്. അടുത്ത ഗ്രേഡിലേക്ക് പോകാതിരുന്ന ആ പ്രശ്നം ഓക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കാതെ പോകുമ്പോഴാണ് പ്രശ്നം. കാരണം നമ്മളിപ്പോൾ ആയുർദൈർഘ്യം കൂടുമല്ലേ, ആയുർദൈർഘ്യം കൂടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്ന മേഖല എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പ്രമേഹം. പക്ഷേ ആ പ്രമേഹത്തിനെക്കാട്ടിലും കോമൺ ആളുകൾക്ക് ഞാൻ ഒരു 100 പേരെ ചികിത്സിച്ച 80 പേരുടെ പ്രശ്നവും അവർക്കറിയാത്ത കാര്യമായിരിക്കും. അത് കണക്ട് ചെയ്ത് വരുമ്പം തൈറോയിഡിലേക്കാണ് വരുന്നത്. തൈറോയ്ഡ് ക്ലിയർ ആക്കി കൊടുക്കുമ്പോഴത്തേനും ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കുറയും, വേദന നീർക്കെട്ട് ഉള്ളവർക്ക് അത് കുറയും, സ്റ്റിഫ്നെസ് കുറയും, ക്ഷീണം മാറും, വെയിറ്റ് കുറയും, വെരിക്കോസ് ബുദ്ധിമുട്ടുകൾ കുറയും, ഗ്യാസിൻ്റെ പ്രശ്നം കുറയും. ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് ഈ ഒരൊറ്റ കാര്യം ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിന് ട്രെയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു 31ഓളം ഡോക്ടേഴ്സ് ഇപ്പോൾ ഈ ഇതിൽ നമുക്ക് ട്രെയിനിങ് കൊടുത്ത് അവരവരുടെ നാട്ടിൽ അവരവർ പ്രാക്ടീസ് ചെയ്യണം. എന്ന് വെച്ചാൽ പല പല മെഡിക്കൽ സിസ്റ്റമിലുള്ള ഡോക്ടേഴ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞ ആ സത്യം നമ്മളിവരോട് പറഞ്ഞു കൊടുത്തേച്ച് അവർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആവും. ആയുർവേദ, ഹോമിയോ, ഇംഗ്ലീഷോ എന്ത് മരുന്ന് വേണമെങ്കിലും എടുത്തോട്ടെ, മെച്ചം കിട്ടണോ, റിസൾട്ട് കിട്ടണോ, ആ റൂട്ട് കോസ് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ഭക്ഷണക്രമങ്ങളും അവരുടെ ജീവിതശൈലിയിലും മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ മെച്ചം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ മരുന്നും കഴിച്ച് നമുക്ക് അവകാശപ്പെടാം, ആ ആശുപത്രി പോയി ഈ ഡോക്ടറെ കൊണ്ടെന്നുള്ള അവകാശപ്പെടാമെന്നല്ലാതെ ഒരു മെച്ചം കിട്ടത്തില്ല. അതുകൊണ്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തൈറോയ്ഡാണ് എൻ്റെ ഒരു നിഗമനം. ഒരു 5 കൊല്ലം കൊണ്ട് ഒരു 70% ആളുകളുടെയും പ്രശ്നം തൈറോയ്ഡിലേക്കാണ് വരുന്നത്. കാരണം അപ്പനും അമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടോ മക്കൾക്ക് ഉറപ്പാണ്, പക്ഷേ ടെസ്റ്റ് ചെയ്തൊന്നും ആദ്യം കിട്ടത്തില്ല. അപ്പനും അമ്മയ്ക്കും തൈറോയ്ഡ് ഉണ്ടെങ്കിൽ മക്കൾക്ക് അവർ വണ്ണം കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കും, അല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയും, അല്ലെങ്കിൽ സ്കിന്നിന് പ്രശ്നം വരും, അല്ലെങ്കിൽ ടെൻഷൻ ലെവൽ കൂടും, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ബുദ്ധിമുട്ട് വരും, ദഹന ബുദ്ധിമുട്ട് വരും. ഇത്രയും കാര്യങ്ങളിൽ അലർജി, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ, അപ്പനും അമ്മയ്ക്കും തൈറോയ്ഡ് ഉണ്ടോ, മക്കളുടെ തൈറോയ്ഡ് ഉറപ്പിക്കാം. വെറുതെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ അതിന് ചികിത്സിച്ച് എഴുന്നോണ്ടിരുന്ന ഒരിക്കലും മാറത്തില്ല. കാരണം ഇന്നലെ ഞാനൊരു കൺസൾട്ട് ചെയ്ത കണ്ടീഷൻ
19 വയസ്സുള്ള പെങ്കൊച്ചാണ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് ചെറിയ പ്രായം തൊട്ടേ ഈ തൈറോയിഡിൻ്റെ ഡാമേജ് വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധി വളർച്ച മുരടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് സൈക്കാട്രി മെഡിസിനുകൾ ഇങ്ങനെ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഇതുവരെ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആരെങ്കിലും സ്വഭാവപരമായിട്ടുള്ള മാറ്റങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, ആരിശം, ഇറിറ്റേഷന്, വെറുതെ കരയുക, വെറുതെ ഒച്ച വെക്കുക, കുറച്ച് നേരം ബഹളം വെച്ചേച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ എന്തിനെങ്ങനെ ചെയ്തെന്നുള്ളത് പശ്ചാത്തപിക്കുക. നമുക്ക് ഒരു വ്യക്തിയെ ഇടപെടുമ്പോൾ അവർ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്നൊരു തോന്നൽ വരുന്നുണ്ടോ, ഉറപ്പിച്ചോ അവർക്ക് ഒന്നാ തൈറോയ്ഡ് അല്ലെങ്കിൽ വയറ്റിൽ പ്രശ്നം, ഈ 2 കാര്യങ്ങളിൽ ഉറപ്പായിരിക്കും. അത് ക്ലിയർ ആക്കിയാൽ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട്. അല്ല ചിലർ പറയല്ലേ, നേരത്തെ ഒരു കുഴപ്പമില്ലാത്ത ആളാണല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ സ്വഭാവമൊക്കെ മാറുന്നത് എന്നൊക്കെ പറയുന്നില്ലേ. ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ട്രാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം പ്രമേഹവും കാര്യങ്ങളൊന്നുമല്ല, തൈറോയ്ഡാണ്. കാരണം ഇതിനൊക്കെ ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പ്രശ്നങ്ങൾ. ഭാര്യയുടെ പ്രശ്നം ഭർത്താവിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭാര്യ പറയണം എനിക്ക് വയ്യ, ക്ഷീണമാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ചോദിക്കും നിനക്കെന്താ കുഴപ്പം, നല്ല വണ്ണവും പൊക്കമൊക്കെ ആയിട്ടിരിക്കുന്ന ആളല്ലേ, നിനക്ക് എന്ത് ക്ഷീണം, ചുമ്മാതെ എനിക്ക് വേദനയാണ് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് ഉറക്കം ക്ലിയർ അല്ല, എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു ഡോക്ടറോട് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഡോക്ടർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളെ സൈക്കാട്രി പേഷ്യൻ്റാക്കി മാറ്റി അതിലേക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞ് മരുന്നെടുപ്പിക്കുന്ന രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളാണെങ്കിൽ തൈറോയിഡിലേക്ക് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നമ്മുടെ ആക്ച്വൽ പ്രശ്നം എന്ന് പറയുന്നത് തൈറോയിഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാ വീഡിയോകളിലും എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഓക്കെ ഒരുപാട് നേരം തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പലപ്പോഴും പല ആളുകൾക്കും വരുന്നൊരു തെറ്റിദ്ധാരണകളെല്ലാം സാറ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.